റെഡ്മി നോട്ട് 14 4G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. മുമ്പ് ഒരു 5G വെർഷൻ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം പുതുതായിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു 4G വെർഷനാണ്. അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റെഡ്മി നോട്ട് 14 4G എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേ കാര്യത്തിൽ റെഡ്മി നോട്ട് 14 4Gയിൽ 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ആണ് വരുന്നത്. അമുലഡ് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഇതിലും വരുന്നുണ്ട്. പഞ്ചോൾ ഡിസൈൻ തന്നെയാണ് ഇതിലും വരുന്നത്. പഞ്ചോൾ വരുന്ന ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 240 ഹെർട്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ 2160 ഹെർട്സിന്റെ ഇൻസ്റ്റന്റ് ടച്ച് സാമ്പിളിംഗ് റേറ്റ് എന്നുള്ള ഫീച്ചറും ഇതിൽ വരുന്നുണ്ട്. 960 ഹെർട്സിന്റെ PWM ഡിമ്മിംഗ് എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട്. പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 1800 നിറ്റ്സ് ആണ്. ഗൊറില്ല ഗ്ലാസ് 5ന്റെ പ്രൊട്ടക്ഷനും ഇതിൽ വരുന്നുണ്ട്. അപ്പം അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഇതിൽ വരുന്നുണ്ട് എന്ന് തന്നെ പറയാം. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഫോണിന്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 196.5 ഗ്രാം ആണ്. തിക്നെസ് വരുന്നത് 8.16 mm ആണ്. പിന്നെ IP54 റേറ്റിംഗ് ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. യൂരോ ഫോണിന്റെ ഓഷ്യൻ ബ്ലൂ, മിസ്റ്റ് പർപ്പിൾ, മിഡ് നൈറ്റ് ബ്ലാക്ക്, അതുപോലെ തന്നെ ലൈം ഗ്രീൻ എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി പ്രോസസറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ മീഡിയാടെക്കിന്റെ ഹീലിയോ G99 അൾട്ര എന്നുള്ള പ്രോസസറാണ് ഈ ഫോണിൽ വരുന്നത്. ഈ ഒരു ഫോൺ ഏകദേശം ഒരു 14,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് വരുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രോസസ്സർ അത്ര മികച്ചൊരു പ്രോസസ്സർ എന്ന് പറയാൻ പറ്റില്ല, ആവറേജ് ആയിട്ടുള്ള ഒരു പ്രോസസ്സർ എന്നേ പറയാൻ പറ്റുള്ളൂ. പിന്നെ 5G സപ്പോർട്ടും ഇതിൽ വരുന്നില്ല, അത് ശ്രദ്ധിക്കണം. മാക്സിമം 4G സപ്പോർട്ടേ വരുന്നുള്ളൂ. ബേസ് വേരിയന്റിൽ 6GB റാമും 128GB ഇന്റേണലുമാണ് വരുന്നത്. 8GB റാമും 128GB ഇന്റേണലുമായിട്ട് വരുന്ന വെർഷനും 8GB റാമും 256GB ഇന്റേണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. LPDDR4Xന്റെ റാമും UFS 2.2 സ്റ്റോറേജ് ടൈപ്പ് ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒക്കെ ഈ ഫോണിൽ വരുന്നുണ്ട്. ഡോൾബി അറ്റ്മോസിന്റെ സൗണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 3.5mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് 14 ബേസ് ആയിട്ടുള്ള ഹൈപ്രോസ് സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത്. 108 മെഗാ പിക്സലിലെ 1.7 പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 മെഗാ പിക്സലിലെ ഡെപ്ത് സെൻസറും 2 മെഗാ പിക്സലിലെ മാക്രോ ലെൻസും ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒന്നും കൊടുത്തിട്ടില്ല. അതും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. പിന്നെ ഫ്രണ്ടിൽ 20 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ക്യാമറയിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നില്ല എന്നുള്ളൊരു കാര്യം വരുന്നുണ്ട്. ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 5500 mAh ബാറ്ററി ഇതിൽ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ബാറ്ററി കപ്പാസിറ്റിയാണ്. പിന്നെ 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും വരുന്നുണ്ട്. ടൈപ്പ് സി ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തിരക്കേടില്ലാത്ത നല്ല ബാറ്ററി സെറ്റപ്പ് വരുന്നുണ്ട് എന്നും പറയാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പം മ്യാൻമാർ അതുപോലെ തന്നെ യൂറോപ്യൻ കൺട്രീസിലേക്കാണ് ഈ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അവിടെ ഈ ഫോൺ 14,000-17,600 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ടാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്യുന്ന വെച്ചാൽ ചിലപ്പോഴേ ലോഞ്ച് ചെയ്യുള്ളൂ. ഇന്ത്യയിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ ഇപ്പം പൊതുവെ 5G ഫോണുകളാണ് റെഡ്മി ലോഞ്ച് ചെയ്യാറ്. അപ്പം ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്തോളണം എന്നില്ല. എന്തായാലും കൺഫർമേഷൻസ് ഒന്നും ഇപ്പം പുറത്ത് വന്നിട്ടില്ല. ചിലപ്പോൾ ലോഞ്ച് ചെയ്യാനും സാധ്യതയുണ്ട്. എന്തായാലും ഈ ഒരു 14,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ആണ്. അതുപോലെ തന്നെ അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ല ബാറ്ററി സെറ്റപ്പും വരുന്നുണ്ട്. ക്യാമറയും തിരക്കേടില്ല എന്ന് പറയാവുന്നതാണ്. ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷൻ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായേനെ. പ്രോസസ്സർ അത്ര മികച്ചത് എന്ന് പറയാൻ പറ്റില്ല ഈ ഒരു പ്രൈസ് റേഞ്ച്. അതുപോലെ തന്നെ 5G സപ്പോർട്ടും ഇല്ല. എന്തായാലും റെഡ്മി നോട്ട് 14 4G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിലൊക്കെ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 12,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ.